എല്ലാവർക്കും ടെക് ലൈമറിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു എ പിനെ കുറിച്ചാണ്. സോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് 2025 എ പി വരാൻ പോകുന്നത് AMDയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ പി ആണ്. നമുക്ക് ഓൾറെഡി 2-3 എ പിസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലാപ്ടോപ്സിൽ നമുക്ക് അങ്ങനെ പറയാം, എ പി എന്ന് വേണമെങ്കിൽ പറയാം പ്രോസറിന്. പിന്നെ നമുക്ക് പഴയ എ പിസ് ഉണ്ട്, നമ്മുടെ 5700G ഒക്കെ ഉണ്ടല്ലോ, 5700G ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു എ പി ആണ് HT700G. ഒരു ഫ്ലോപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അതിന്റെ ഒരു അതിന്റെ പ്രൈസ് ആയിരുന്നു ഒരു പ്രശ്നമായിട്ട് വന്നു വെച്ചത്. 27,000 രൂപയാണ് അതിന്റെ പ്രൈസ് വരും. ആ എ പിയുടെ 8 കോർ 16 ത്രെഡ് ആണ് വരുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് 36,000 രൂപ കൊണ്ടായിരുന്നു തോന്നുന്നത്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. സോ ഇതായിരുന്നു ഇതിന്റെ പ്രൈസ്. ഇറങ്ങിയ സമയത്ത് ഇച്ചിരി ഫ്ലോപ്പ് ആയിരുന്നു. മറ്റിപ്പോ നമ്മളിപ്പോ 5700G ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പ് ആയിരുന്നു. ഇത് നമുക്ക് വളരെ എന്താ പറയാ, ഒരു ലോ ബിൽഡിലൊക്കെ പറ്റിയ ഒരു പ്രോസർ ആയിരുന്നു, എ പി ആയിരുന്നു അത് ശരിക്കും. പിന്നെ 5600G വരുന്നുണ്ട്, 6 കോർ 12 ത്രെഡ് വരുന്ന. സോ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ പറ്റും. ഒരു എന്താണ് GTA 5 ഒക്കെ നമുക്കൊരു 60 FPS കളിക്കാൻ പറ്റിയൊരു എ പി തന്നെയായിരുന്നു ഇത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന 680M വന്നു, 780M വന്നു, 890M വന്നു. ഇനി നമ്മുടെ 890 എന്ന കാര്യം നമ്മൾ പറയുവാണെങ്കിൽ സ്ട്രിക്സ് പോയിന്റ് എന്നാണ് അതിന് പറയുക. RDNA 3.5 ആർക്കിടെക്ചറിലാണ് റൺ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ സ്ട്രിക്സ് ഹെയിലോ എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ 780M ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 780M ഫീനിക്സ് റേഞ്ച് ആണ് വരുന്നത്. ഫീനിക്സ് റേഞ്ച് RDNA 3.0 ആർക്കിടെക്ചർ ആണ് വരുന്നത്. ഇതിന് 12 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ് വരുന്നത്. 768 സ്ട്രീം പ്രോസസ്സേഴ്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ 890 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. RDNA 3.5 ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് വരുന്നത്. സ്ട്രിക്സ് പോയിന്റ് എന്നാണ് അതിന് പറയുന്നത്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ 16 കമ്പ്യൂട്ട് യൂണിറ്റും 1024 അതിന്റെ സ്ട്രീം പ്രോസസ്സേഴ്സ് പറയുകയാണെങ്കിൽ 15 വാട്ട് TDP എന്ന് പറയും. 15 വാട്ട് അതിൽ മേളിലൊക്കെ പോകുന്നുണ്ട്. 780M പറയുകയാണെങ്കിൽ നമുക്ക് അതും ഒരു 15-25 വാട്ടൊക്കെ കയറുന്ന സാധനമാണ്. ഇപ്പൊ ഫുൾ സിസ്റ്റം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, CPU GPU കമ്പൈൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 45 ഒക്കെ കയറും. നമ്മളിനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രിക്സ് ഹെയിലോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അത് AMDയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ പി ആണ്. ഇതിന് അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ അതിന്റെ സ്പെക്കും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ ഏറ്റവും ബേസിക് വരുവാണെങ്കിൽ 6 കോർ 12 ത്രെഡ് വരുന്നുണ്ട്. Ryzen AI Max Pro 380 എന്നാണ് അതിന് പറയുന്നത്. 6 കോർ 12 ത്രെഡ്. ഇതിന്റെ ഗ്രാഫിക്സിന്റെ ഇതിന്റെ കാര്യം മാത്രം വലിയ ഇതെന്താ പറയുക ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതേസമയം മേളിലോട്ടുള്ള ലൈനപ്പിന്റെ കാര്യം വന്നിട്ടുണ്ട്. ഇപ്പൊ Ryzen AI Max Pro 385 എന്ന് പറയുന്നത് 8 കോർ 16 ത്രെഡിന്റെ ഒരു പ്രോസർ ആണ് വരുന്നത്, എ പി ആണ് വരുന്നത്. AMD Radeon 8050S എന്നാണ് അതിന് പറയാം. 32 കമ്പ്യൂട്ട് യൂണിറ്റ് വരുന്നതാണ്. അപ്പോൾ വളരെ ഡിഫറൻസ് വന്നു. 32 കമ്പ്യൂട്ട് യൂണിറ്റ് വരുവാണ്. ഇവിടെ 890M നമുക്ക് വന്നതെന്ന് പറയാൻ 16 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ്. ഇവിടെ വരുമ്പോൾ 32 ആയി. ആ 32 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ Radeon RX 7600 XTയുടെ ആണ്. 7600 XTക്ക് വന്ന കമ്പ്യൂട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അതിൽ 2048 അതിന്റെ ഷെയ്ഡിങ് യൂണിറ്റ് വരിക. ഇതിന്റെ ഷെയ്ഡിങ് യൂണിറ്റ് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ടോപ്പ് എൻഡ് ഇല്ലേ, ഈ 40 കമ്പ്യൂട്ട് യൂണിറ്റിന്റെ മാത്രമേ ഷെയ്ഡിങ് യൂണിറ്റിന്റെ ഇൻഫർമേഷൻ വന്നിട്ടുള്ളൂ. ഇതിന്റെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ Ryzen AI Max Pro 390 നമ്മൾ നോക്കുവാണെങ്കിൽ 12 കോർ 24 ത്രെഡ് വരുന്നൊരു എ പി ആണ്. മെമ്മറിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ LPDDR5X റാം ആണ് ഉപയോഗിക്കുന്നത്. മെമ്മറി കൺട്രോളർ 8533 മെഗാഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യും. 256 ബിറ്റ് ആണ് ഇതിന്റെ മെമ്മറി ബസ് എന്ന് പറയുകയാണെങ്കിൽ. ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് ബാൻഡിങ് നമ്മൾ നോക്കുവാണെങ്കിൽ Radeon 8060S ആണ്. ഇത് 40 കമ്പ്യൂട്ട് യൂണിറ്റിന്റെ ഒരു GPU ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട്. എത്ര ഷെയ്ഡിങ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്ട്രിക്സ് ഹെയിലോ നമ്മൾ നോക്കുവാണെങ്കിൽ 2560 സ്ട്രീം പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 7600 XT നമ്മൾ നോക്കുവാണെങ്കിൽ 7600 XTയുടെ സ്ട്രീം പ്രോസസ്സർ നമ്മൾ നോക്കുവാണെങ്കിൽ 2048 ആണ്. 32 കമ്പ്യൂട്ട് യൂണിറ്റ്. അവിടെ 2560 40 കമ്പ്യൂട്ട് യൂണിറ്റ്. സോ അത് നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള IGP ആണ് വരാൻ പോകുന്നത്. ഒരു ലാപ്ടോപ്പിൽ ഇരിക്കാൻ പോകുന്നത്. നമുക്കിനി ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ APU ആയതുകൊണ്ട് നമുക്ക് റാം ആണ് അതിന്റെ ഒരു VRAM ആയിട്ട് ഉപയോഗിക്കുക. സോ നമുക്കിപ്പോൾ ഒരു 32 GB റാം വേരിയന്റ് എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ APUs ഒക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ കുറഞ്ഞ വെർഷൻസ് ഉള്ള ഈ ഹാൻഡ് ഹെൽഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വെർഷനിലോ നമ്മുടെ 6 കോർ 12 ത്രെഡ് ഒക്കെ മിക്കവാറും അത് ഹാൻഡ് ഹെൽഡിൽ വരാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ Ryzen AI Max 390 ഒക്കെ ആണെങ്കിൽ അത് മിക്കവാറും ലാപ്ടോപ്സിലായിരിക്കും. കാരണം അതിന്റെ TDP ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. 55 വാട്ട് തൊട്ട് 130 വാട്ട് വരെയാണ്
ഒരു ഹാൻഡ് ഹെൽഡിൽ 55 വാട്ട് തൊട്ട് 130 വാട്ട് വരെ എനിക്ക് തോന്നുന്നില്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ബീഫി കൂളിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഹെൽഡിന്റെ സൈസ് കൂടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ കൂളിംഗ് ഒന്നും പറ്റത്തില്ല. ഇതിപ്പോൾ ലാപ്ടോപ്പിന്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ 55 തൊട്ട് 130 വാട്ട് വരെ, ഇതിന്റെ മാക്സിമം ആണ് 130. അത്രയും മോസ്റ്റ്ലി കയറത്തില്ല. നമ്മളിപ്പോൾ 130 എന്ന് പറയുമ്പോൾ മേ ബി ഒരു 90 വാട്ടോ അല്ലെങ്കിൽ 100 വാട്ട് മാക്സിമം പോയാൽ പോയി, അത്ര ഉണ്ടാവുള്ളൂ. എന്നാലും ലാപ്ടോപ്പിന്റെ ബീഫി കൂളിംഗ് വേണ്ടി വരും ഇത്ര വലിയൊരു APU കൂൾ ചെയ്യാനായിട്ടല്ല, ഇത്രയും വലിയൊരു GPU കൂൾ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയുവാണെങ്കിൽ ആ റാമിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 32 GB റാം, നമുക്കൊരു APUയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് റാമാണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പോൾ 32 GB റാം എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ഈ APUs ഒക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോൾഡേഡ് റാം വെച്ചിട്ടായിരിക്കും. എന്നാലാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റാം വരത്തുള്ളൂ. ഇപ്പോൾ 8533 MHz റാം എന്നൊക്കെ പറഞ്ഞാൽ സോൾഡേഡ് റാം ആയിരിക്കും. ഇപ്പോൾ 32 GB എന്ന് പറയുമ്പോൾ നമുക്കത് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ബയോസിൽ കയറിയിട്ട് നമുക്കിപ്പോൾ എത്ര GB റാം നമുക്ക് ഈ IGP-യിലോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര GB ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 32 GB ഒരു 16 GB ഞാൻ IGP ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് 16 GB നമുക്ക് സിസ്റ്റം റാമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേസമയം നമ്മളൊരു GPU എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റെഗുലർ ഒരു GPU എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിന്റെ 7600 എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്, അതിന് 8 GB റാമാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതേസമയം നമുക്ക് APU ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് വെച്ച് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ 64 GB റാമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 32 GB ഇതിന്റെ VRAM ആയിട്ട് കൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 32 GB നമുക്ക് എന്താ പറയുക സിസ്റ്റം റാമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇയർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ സ്ട്രിക്സ് ഹെയിലോ, പിന്നെ നമുക്ക് NVIDIAയുടെ RTX 5000 സീരീസ് വരുന്നുണ്ട്. നമുക്ക് ജനുവരിയിൽ നമുക്ക് RTX 5080 5090 വരും. ഫെബ്രുവരിയിൽ 5070 5070 Ti. അതേസമയം മാർച്ചിൽ 5060 Ti. പിന്നെ നമ്മുടെ AMDയുടെ RX 8000 സീരീസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രൊഡക്റ്റും വരുന്നുണ്ട്. നല്ലൊരു ഇയർ ആണ്. ആരെങ്കിലും ഇപ്പോൾ PC ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നെക്സ്റ്റ് ഇയർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വേരിയന്റ് ആണ് നമ്മുടെ NVIDIAയുടെ 60 സീരീസ് അല്ലെങ്കിൽ RTX 5060 സീരീസ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനും വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ബഡ്ജറ്റ് ബിൽഡ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ശരിക്കും AMD അതൊരു APU ആയിട്ട് വരുത്തുവാണെങ്കിൽ നമുക്കിപ്പോൾ 5700Gയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രോസസർ അവർ ഇറക്കുവാണെങ്കിൽ, ഒരു APU പോലെ മാർക്കറ്റിൽ അവർ ഇറക്കുവാണെങ്കിൽ 27,000 രൂപയ്ക്കൊക്കെ APU അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് അവർ ഇറക്കുവാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഒരു എക്സ്ട്രാ GPUവിന് വേണ്ടി പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഒരു 4070യുടെ ലാപ്ടോപ്പ് 4070യുടെ പെർഫോമൻസ് നമുക്ക് ഒരു 27,000 രൂപയ്ക്ക് CPU ഉൾപ്പെടെ കിട്ടുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ബിൽഡായിരിക്കും. പെർഫോമൻസിന്റെ കാര്യത്തിൽ പ്രൈസ് ടു പെർഫോമൻസ് വളരെ ഹൈ ആയിരിക്കും. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ഇയർ വളരെ ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് PC മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇയർ തന്നെയാണ്. ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. PC ബിൽഡ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത വർഷം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ കൂടി നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.